അതൊക്കെയാ കൃഷ്ണ പഠിക്കേണ്ടത്. അതെ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഒരു കാര്യമില്ലാത്ത കാര്യ. എനിക്ക് ആ കുട്ടിയെ പോലെ ഒന്നും ആവാൻ പറ്റില്ല. പറ്റും, എല്ലാം പറ്റും. കൃഷ്ണ ശ്രദ്ധയോടെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. കൃഷ്ണ ആളുകളെ കാണുമ്പോ ഗുഡ് മോർണിംഗ് പറയാറില്ലേ? കുട്ടനാട്ടിലോ രാവിലെ വല വീശാൻ പോകുന്ന ചേട്ടന്മാരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാലേ അവരാ വല കൊണ്ട് എന്നെ തല്ലും. എന്നിട്ടേ തങ്കത്തിന്റെ മോൾക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഇവിടെ എല്ലാവരോടും അത് പറയണം. ഗുഡ് മോർണിംഗ് പറയണം, ഹൗ ആർ യു പറയണം. ഹൗ ആർ യു എന്ന് ചോദിച്ചാ ഫൈൻ എന്ന് പറയണം. ഇതിന്റെ ആവശ്യം എന്താ? അവർക്ക് സുഖമല്ലെന്ന് നമ്മൾ ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഇതൊക്കെ അങ്ങ് നേരിട്ട് ചോദിച്ചാ പോരെ? ഇപ്പൊ തന്നെ ഞാൻ ചേച്ചിയോട് സുഖല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോ കേക്കാൻ തന്നെ എന്തൊരു സുഖ. വെറുതെ അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങള്. ഓക്കെ, ആയിക്കോട്ടെ. സി, ഗാഥാമ്മയുടെ ഒരാളെ കാണുമ്പോ ഹേ ഗുഡ് മോർണിംഗ് എന്നാ പറയാറ്. അതിന്റെ ഇടയിൽ എവിടുന്ന ഈ ഒരു ഹൊയ്? ഹോയ് അല്ല, ഹേ. ഒന്ന് പറഞ്ഞേ, അതൊന്ന് സ്റ്റൈലായിട്ടൊന്ന് പറഞ്ഞേ. ഹേ ഗുഡ് മോർണിംഗ്. അത് ഹോയ് അല്ല, ഹൈ ഗുഡ് മോർണിംഗ്. അതൊന്നുകൂടെ ഒന്ന് സ്റ്റൈലായിട്ട് പറയണം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ശേഷം ഹൗ ആർ യു എന്ന് പറയണം. എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരിയാ വരുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് സുഖാണെന്നറിയോ? ഒരാള് ദൂരത്തൂടെ നടക്കുന്ന കണ്ടാലേ വാസുട്ടാ സുഖാണോ, കറിക്കെന്താ കിട്ടിയേ, ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ ബാലിക്ക് പോകുന്നില്ലേ എന്നൊക്കെയാ ചോദിക്കുന്നെ. എന്തൊരു മനുഷ്യത്വാ. സിനി, എന്താ ഇവിടെ നടക്കുന്നത്? ഗാഥാ മാഡത്തിന്റെ സ്റ്റൈലുകളൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു മാം. എന്നിട്ട് അതല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അതെ, കുട്ടനാടൻ സ്ലാങ് കെട്ടുവളത്തി കൊണ്ടുവന്ന് ഇവിടെ എന്റെ മകളെ പഠിപ്പിക്കുകയല്ല വേണ്ടത്. പറയുന്നത് മാത്രം അനുസരിക്കുക, അല്ലാതെ കൂടുതൽ പെർഫോമൻസ് ഒന്നും വേണ്ട. കേട്ടല്ലോ? മറ്റൊരു മാർഗം എന്റെ മുന്നിൽ ഇല്ലാണ്ടായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ റിസ്ക് ഒരിക്കലും എടുക്കില്ലായിരുന്നു. മനസ്സിലായോ? പിന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു തരുന്നത് പഠിക്കാൻ നോക്കൂ. അയ്യേ, ഇതെന്താ 3 പേരുള്ള ജയിലോ? ഇങ്ങനെ ബലം പിടിച്ച് നടന്നാല് അവസാനം പൊട്ടിപ്പോയില്ലേ? ഓ എന്റെ അമ്മേ, വല്ലാത്ത പാടേനെ. അപ്പൊ എങ്ങനെയാ? ഹോയ് ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു. ഗോപാലേട്ടാ, നീ കൃഷ്ണയാണല്ലോ വിളിക്കുന്നേ. ഹലോ ഗോപാല മാമ. എന്താ മോളെന്തിനാ കരയുന്നേ? എനിക്കിവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗോപാല മാമ. എന്തു പറ്റി? സിത്താര മേഡം വല്ലതും പറഞ്ഞോ? സിത്താര മാഡം കാരണമല്ല, അവർക്കൊരു മകളില്ലേ ഗാഥ. ആ കുട്ടിയുടെ അഹങ്കാരം സഹിക്കാൻ പറ്റാത്തത്. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എങ്ങനെയത് കാര്യമായിട്ട് എടുക്കാതിരിക്കാൻ പറ്റുക? എന്റെ രൂപത്തില് ഒരു മാറ്റമില്ലാത്ത ഒരാൾ മുന്നിൽ വന്ന് നിക്ക. അവരെന്നോട് പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ കുറ്റം മാത്രമേ ആ കുട്ടി കണ്ടുപിടിക്കുന്നുള്ളൂ. അതെങ്ങനെ ഗോപാലമ്മ, ഞങ്ങള് രണ്ടുപേരും ഒരേ രൂപത്തില്? ലോകത്ത് അങ്ങനെ പല പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ മോളെ. എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഇതൊക്കെ കേട്ടിരിക്കുന്നു. എന്തായാലും ആ രൂപം ഒരു അനുഗ്രഹമായിട്ട് മാത്രമേ മോള് കരുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അവസരം മോളുടെ മുന്നിൽ വന്നത്. എന്നാലും കുറച്ച് നാളത്തേക്കല്ലേ, ആ കുട്ടി എന്ത് കാണിച്ചാലും അതങ്ങ് വിട്ട് കളഞ്ഞേക്കേ. നമുക്കൊരു കാര്യമുണ്ടല്ലോ, അമ്മയുടെ ഓപ്പറേഷൻ. അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് മോള് പറഞ്ഞതല്ലേ, അത് മാത്രം ആലോചിക്കുക. ആ കുട്ടി സംസാരിക്കുന്ന പോലെ ഫോണിൽ കൂടെ അവരെ കെട്ടാൻ പോകുന്ന ആളായിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. എന്നിട്ട്
അത് ശരിയായി ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അയാള് നല്ല അഭിപ്രായ പറഞ്ഞത്. സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്, വല്ലാത്ത മാറ്റുണ്ടെന്നൊക്കെ. അയാൾക്ക് അതാണ് ഇഷ്ടമെന്നും പറഞ്ഞു. അപ്പൊ തന്നെ മോള് പകുതി ജയിച്ചില്ലേ? ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞല്ലോ. സുനന്ദ രാവിലെ അങ്ങോട്ട് വരുമല്ലോ മോളെ. എന്ത് വിഷമമുണ്ടെങ്കിലും നീ സുനന്ദയോട് പറഞ്ഞാ മതി. അവൾ അവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ച് ശരിയാക്കിക്കോളും. തങ്കയുടെ കാര്യം ഓർത്തിട്ടല്ലേ ഗോപാലമാമൻ ഇങ്ങനെ കൂട്ടു നിൽക്കുന്നത്? അല്ലെങ്കിൽ മോളെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടുവായിരുന്നോ? ശരി ഗോപാലമാമ, അമ്മയുടെ കാര്യമുണ്ട്, ഞാൻ സഹിച്ചോളാം. ഞാൻ വെക്കട്ടെ. ശരി മോളെ, ഫോൺ വെച്ചോ. എന്താ ഗോപാലേട്ടാ? അവരുടെ മോളുടെ കാര്യത്തിന് വേണ്ടി ആ കൊച്ചിനെ അവിടെ പിടിച്ചു നിർത്തിയേ. എന്നിട്ട് ആ കുട്ടിയുടെ അഹങ്കാരം കാണിക്കാന്ന് പറഞ്ഞാല്? വലിയ വലിയ ആൾക്കാരുടെ സ്വഭാവമല്ലേ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരുടെ മോളെ കെട്ടാൻ പോകുന്ന പയ്യനോട് കൃഷ്ണയെ കൊണ്ട് സംസാരിപ്പിച്ചു. എന്താ അയാൾ പറഞ്ഞെന്നറിയോ? എന്താ? കൃഷ്ണയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണെന്ന്, അയാൾക്ക് ഇങ്ങനെ സംസാരിക്കുന്നതാ ഇഷ്ടമെന്ന്. നീ നോക്കിക്കോ സുനന്ദേ, സംസാരം ഇഷ്ടമായെങ്കിൽ കൃഷ്ണയെ നേരിട്ട് കാണുമ്പോ അയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാവും. ഒടുവിൽ എല്ലാ കള്ളിയും വെളിച്ചത്താവുമ്പോ ചിലപ്പോ സിത്താര മാഡത്തിന്റെ മോളെ വേണ്ടാന്ന് വെച്ചിട്ട് അയാൾ കൃഷ്ണയെ കെട്ടാൻ തയ്യാറാവും. ഗോപാലേട്ടൻ എങ്ങോട്ടേ പോകുന്നേ? എന്തൊക്കെയാ ഈ ചിന്തിച്ചൂട്ടുന്നേ? നീ നോക്കിക്കോ, വെറുതെ അങ്ങനെ എന്റെ മനസ്സിൽ ഒരു തോന്നൽ വരില്ല. കൃഷ്ണമോളെപ്പറ്റി ഞാൻ എപ്പോഴും പറയാറില്ലേ, അവൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന്.